ഗോവിന്ദരാജ പെരുമാൾ ക്ഷേത്രം ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിലെ തിരുപ്പതി നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ഹിന്ദു വൈഷ്ണവ ക്ഷേത്രമാണ് ശ്രീ ഗോവിന്ദരാജ സ്വാമി ക്ഷേത്രം. തിരുപ്പതിയിലെ ഏറ്റവും പഴക്കമുള്ള നിർമ്മിതികളിൽ ഒന്നായ ഈ ക്ഷേത്രം ജില്ലയിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയങ്ങളിൽ ഒന്നാണ്. തിരുപ്പതി നഗരം ഈ ക്ഷേത്രത്തിന് ചുറ്റുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിലവിൽ ക്ഷേത്രം തിരുമല തിരുപ്പതി ദേവസ്ഥാനങ്ങളാണ് ഭരിക്കുന്നത്. 1130 സന്യാസി രാമാനുജനാണ് ഗോവിന്ദരാജ ക്ഷേത്രം പ്രതിഷ്ഠിച്ചത്. എന്നിരുന്നാലും ക്ഷേത്ര സമുച്ചയങ്ങൾക്കുള്ളിൽ 9-10 നൂറ്റാണ്ടുകളിലെ ഘടനകൾ ഇപ്പോഴുമുണ്ട്. ഗോവിന്ദരാജനെ പ്രധാന ദേവനായി പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് വിഷ്ണുവിൻ്റെ മറ്റൊരു രൂപമായ പാർത്ഥസാരഥിയായിരുന്നു പ്രധാന മൂർത്തി എന്ന് പറയപ്പെടുന്നു. ഗോവിന്ദരാജസ്വാമി എന്നറിയപ്പെടുന്ന വിഷ്ണുവിനായി സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണിത്. യോഗനിദ്രയുടെ സ്ഥാനത്ത് കിഴക്കോട്ട് ദർശനമായി വലത് കൈ തലയ്ക്ക് കീഴിലും ഇടത് കൈ ശരീരത്തിന് മുകളിലും ചാരിയിരിക്കുന്ന നിലയിലാണ് ദേവൻ. വിഷ്ണുവിൻ്റെ ഭാര്യമാരായ ശ്രീദേവിയും ഭൂദേവിയും അദ്ദേഹത്തിൻ്റെ കാൽക്കലിരിക്കുന്നു. ചില ഗ്രന്ഥങ്ങളിൽ തിരുപ്പതിയിൽ പ്രധാന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വിഷ്ണുവിൻ്റെ ഒരു രൂപമായ വെങ്കടേശ്വരൻ്റെ മൂത്ത സഹോദരനായി ഗോവിന്ദരാജനെ കണക്കാക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തെക്കുറിച്ച് മനോഹരമായ ഒരു ഐതിഹ്യമാണുള്ളത്. ഭഗവാൻ വെങ്കടേശ്വരൻ്റെ മൂത്ത സഹോദരനായാണ് ഗോവിന്ദരാജസ്വാമിയെ കണക്കാക്കുന്നത്. ഐതിഹ്യമനുസരിച്ച് ഭഗവാൻ വെങ്കടേശ്വരൻ പത്മാവതി ദേവിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ വിവാഹ ആവശ്യങ്ങൾക്കായി കുബേരനിൽ നിന്ന് വലിയൊരു തുക കടം വാങ്ങി. ഈ സാമ്പത്തിക ഇടപാടുകളെല്ലാം കൃത്യമായി അളന്നു തിട്ടപ്പെടുത്തി കൈകാര്യം ചെയ്തത് അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഗോവിന്ദരാജസ്വാമിയായിരുന്നു. ഭീമമായ ഈ തുക അളന്നു തീർക്കുവാൻ ഗോവിന്ദരാജസ്വാമിക്ക് ഏറെ പ്രയത്നിക്കേണ്ടി വന്നു. പണം അളന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അമിതമായി തളരുകയും അളക്കാൻ ഉപയോഗിച്ച നാഴി അഥവാ ആ അളവ് പാത്രം തലക്കിൽ വെച്ച് അവിടെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്തു എന്നാണ് വിശ്വാസം വരുന്നത്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശയനഭാവത്തിൽ, അതായത് കിടക്കുന്ന ഭാവത്തിൽ കാണപ്പെടുന്നത്. ചരിത്രപരമായി നോക്കിയാൽ 12ാം നൂറ്റാണ്ടിൽ വൈഷ്ണവ ആചാര്യനായ രാമാനുജ ആചാര്യരാണ് ഈ ക്ഷേത്രം പുനരുദ്ധരിക്കുകയും ഇന്ന് കാണുന്ന രീതിയിലുള്ള ആരാധനാക്രമങ്ങൾ നിശ്ചയിച്ചിരിക്കുകയും ചെയ്തത്. ചിദംബരത്ത് നിന്ന് കൊണ്ടുവന്ന ഗോവിന്ദരാജസ്വാമിയുടെ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളിലേക്കൊന്ന് കിടക്കാം. അതായത് ക്ഷേത്രത്തിലെ പ്രധാനമായിട്ടുള്ള ഒന്നാണ് ശയനഭാവം. ഭഗവാൻ വെങ്കടേശ്വരൻ നിൽക്കുന്ന ഭാവത്തിലാണെങ്കിൽ ഗോവിന്ദരാജസ്വാമി കിടക്കുന്ന ഭാവത്തിലാണ്. മറ്റൊന്ന് ഇതിൻ്റെ ഗോപുരമാണ്. ഗോപുരം ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗോപുരങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. ഈ തിരുപ്പതി നഗരം, തിരുപ്പതി റെയിൽവേ സ്റ്റേഷന് വളരെ അടുത്തായിട്ടാണ് ഈ ക്ഷേത്രമുള്ളത്. ഈ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ടാണ് ഈ തിരുപ്പതി നഗരം തന്നെ സ്ഥിതി ചെയ്യുന്നത്. തിരുമലയിലേക്ക് പോകുന്ന ഭക്തർ ആദ്യം ഗോവിന്ദരാജസ്വാമിയെ വണങ്ങിയിട്ട് പോകണമെന്നാണ് പറയപ്പെടുന്നത്.